ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബേക്കിംഗ് സീരീസിൽ കാണിക്കാൻ പോകുന്നത് കേക്ക് പാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് പാർച്ച്മെൻറ്റ് പേപ്പറെല്ലാം ഒട്ടിച്ച് വെച്ച് നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോഴേ കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കേക്ക് ഒട്ടിപ്പിടിക്കാതെ വരുള്ളൂ. പാനൊന്ന് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ടിന്നിലോട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് പാർച്ച്മെൻറ്റ് പേപ്പർ തന്നെ ചോദിച്ച് വാങ്ങാം. സപ്പോസ് പാർച്ച്മെൻറ്റ് പേപ്പർ കഴിഞ്ഞു, ബാക്കി ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. നമ്മുടെ ബട്ടർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും ഒട്ടിച്ചിരിക്കുന്ന കവറില്ലേ, ഒരു റാപ്പ്, ആ റാപ്പും നമ്മൾക്ക് ഇതിനു വേണ്ടി ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ആ കേക്കിനനുസരിച്ച്, കേക്ക് ടിന്നിനനുസരിച്ച് ഇതേമാതിരി മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ചെയ്താൽ വെച്ചാൽ, നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആ ടിന്ന് എടുത്തിട്ട് നമ്മൾ ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൽ നിരത്തി വയ്ക്കുക. മിക്കവാറും റോളായിട്ടായിരിക്കും പാർച്ച്മെൻറ്റ് പേപ്പർ കിട്ടുക. അത് ന്യൂസ് പേപ്പർ നിരത്തി വെക്കുന്ന പോലെ നിരത്തി നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ടിൻ അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്യുന്ന മാതിരി ആ ടിന്നിൻ്റെ അളവ് ആ പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് ഒരു പെന്നുണ്ടോ ഒരു പെൻസിലുണ്ടോ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഞാനിപ്പോൾ 2 കേക്ക് ടിന്നിലേക്കാണ് പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒരു ഫോൾഡ് കൂടെ മടക്കിയിട്ട് ഒരു നൈഫ് കൊണ്ട് ആ ഫോൾഡ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ആ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരടിക്ക് നമുക്ക് 2 പാർച്ച്മെൻറ്റ് പേപ്പർ ആ കേക്ക് ടിന്നിൻ്റെ അളവിലൊക്കെ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു കേക്ക് ടിൻ നമ്മൾ ഏതിലാണോ നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ആ കേക്ക് ടിൻ എടുക്കുക. എന്നിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിരത്തി വയ്ക്കുക. എന്നിട്ട് ഒരു പെൻസിലുണ്ടോ പെന്നുണ്ടോ ആ ടിന്നിൻ്റെ അളവ് പാർച്ച്മെൻറ്റ് പേപ്പറിൽ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്ത് വരഞ്ഞ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നന്നായിട്ട് ട്രേസ് വരും. പിന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു പാനാണെങ്കിൽ അത് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യുക. ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു സിസേഴ്സ് വെച്ചിട്ട് ആ ഷേപ്പിൽ നമുക്ക് ആ ട്രേസ് വന്നിട്ടുണ്ടാവും ഓൾറെഡി. അതിൽ ആ ട്രേസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഞാനിപ്പോൾ 2 കേക്ക് ടിന്നിലേക്കാണ് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മടക്കൂടെ മടക്കിയിട്ട് ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് 2 കേക്ക് ടിന്നിലോട്ടും ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വെക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് 2 മടക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല ആ ട്രേസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കേക്ക് ടിൻ എടുക്കുക. കേക്ക് ടിന്നിലോട്ട് ബട്ടറോ ഓയിലോ ഗീയോ, നെയ്യായാലും ശരി വെണ്ണയായാലും ശരി, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണയായാലും തേച്ച് കൊടുക്കുക. നന്നായിട്ട് കേക്കിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പാർച്ച്മെൻറ്റ് പേപ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പാർച്ച്മെൻറ്റ് പേപ്പർ ഞാൻ ചുരുണ്ട് കിടക്കുകയാണ്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, റോളായിട്ടാണ് നമുക്കിത് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ റോളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേക്ക് ടിന്നിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഈ കേക്ക് ടിന്നിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കേക്കിലോട്ട് ഒരു ബ്രഷ് കൊണ്ട് നന്നായി, ഇതൊരു സിലിക്കൺ ബ്രഷാണ്, ഇതുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കൈ കൊണ്ട് നന്നായി കേക്ക് ടിന്നിൻ്റെ എല്ലാ വശത്തും നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബേസിലോട്ട്, കേക്ക് ടിന്നിൻ്റെ അടിയിലുള്ളതിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ മുറിച്ചെടുത്തതല്ലേ, അപ്പോൾ അതിലോട്ട് കറക്റ്റായിട്ട് കൊള്ളും. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 2 കേക്ക് ടിൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 2ലും എണ്ണ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക. എന്നിട്ട് നന്നായി ഒട്ടിച്ച് ആ പാർച്ച്മെൻറ്റ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ നടുക്കി വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ കേക്ക് ടിൻ പ്രിപ്പറേഷൻ. ഇങ്ങനെയാണ് നമുക്ക് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതിലൊഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ശനിയാഴ്ച പുതിയ ബേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.